നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കൊയിലാണ്ടി പാലം തകർന്നു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിർമ്മാണത്തിലിരുന്ന തോരായിക്കടവ് പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു. 24 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ ബീം ചെരിഞ്ഞു വീണ് ഒരു തൊഴിലാളിക്ക് പരിക്കേറ്റു. നിർമ്മാണത്തിലെ അപാകതയാണ് അപകട കാരണമെന്ന് സംശയിക്കുന്നു. മാസപ്പടി കേസ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെടെ മാസപ്പടി കേസിൽ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് നൽകിയ ഹർജിയിൽ ദില്ലി ഹൈക്കോടതി അടുത്ത മാസം 16 മുതൽ വിശദമായ വാദം കേൾക്കും. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. ധീരത, വിശിഷ്ട സേവനം, സുസ്ഥിരമായ സേവനം എന്നീ മേഖലകളിൽ ആകെ 1090 പേർക്ക് മെഡലുകൾ ലഭിച്ചു. കേരളത്തിൽ നിന്ന് SP അജിത് വിജയനാണ് വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ ലഭിച്ചത്. ബീഹാർ SIR ഒഴിവാക്കിയവരുടെ പട്ടികയും കാരണവും പ്രസിദ്ധീകരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 65 ലക്ഷം പേരുടെ പട്ടിക ജില്ലാ തലത്തിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഒഴിവാക്കിയതിനുള്ള കാരണവും പ്രസിദ്ധീകരിക്കണം. വോട്ടർമാർക്ക് പരാതി നൽകാനുണ്ടെങ്കിൽ ആധാർ കാർഡ് രേഖയായി അംഗീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ B രാഗേഷ് പ്രസിഡന്റായും ലിസ്റ്റിൻ സ്റ്റീഫൻ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. സോഫിയ പോളും സന്ദീപ് സേനനും വൈസ് പ്രസിഡന്റുമാരായും ആൽവിൻ ആന്റണി, MM ഹംസ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും മഹാസുബേർ ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച സാന്ദ്ര തോമസ് പരാജയപ്പെട്ടു. KSRTC ബസ്സുകളിലെ വാതിലുകളിൽ കയർ കെട്ടുന്നത് ഒഴിവാക്കാൻ അടിയന്തര നിർദ്ദേശം നൽകി. വാതിലുകൾ വേഗത്തിൽ അടയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഈ പ്ലാസ്റ്റിക് കയറുകൾ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കണ്ടെത്തി. കയറുകൾ യാത്രക്കാരുടെ കഴുത്തിൽ തട്ടി അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് മനുഷ്യാവകാശ കമ്മീഷന് പരാതി ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് KSRTC ഈ തീരുമാനമെടുത്തത്. തിരുവനന്തപുരം കള്ളിയൂരിൽ ഭാര്യ ബിൻസിയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് സുനിൽ അറസ്റ്റിലായി. വീട്ടിൽ വെച്ചാണ് സുനിൽ ബിൻസിയെ മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം ബിൻസിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഇയാൾ കുട്ടികളെയും അധ്യാപകരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ സംശയം തോന്നിയ അയൽവാസികൾ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് ബിൻസിയുടെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നടന്ന പോലീസ് അന്വേഷണത്തിൽ സുനിൽ കുറ്റം സമ്മതിച്ചു. ഇന്ത്യക്കെതിരെ ഉപരോധം ചുമത്തുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ഡൊണാൾഡ് ട്രംപ്, വ്ളാഡിമിർ പുടിൻ അലാസ്കയിൽ നടത്തുന്ന ചർച്ച പരാജയപ്പെട്ടാൽ ഇന്ത്യക്ക് കൂടുതൽ താരിഫുകൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അറിയിച്ചു. ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനാണ് ഈ ചർച്ച ലക്ഷ്യമിടുന്നത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ ആയുധങ്ങളും എണ്ണയും വാങ്ങിയത് കാരണം ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% താരിഫ് ചുമത്തുകയും പിന്നീട് അത് 50% ഉയർത്തുകയും ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ